Hi dear students, welcome back to Sapphire Future Academy Board Booster Series. We last class discuss the genetic code in the characters. Genetic code characters commaless, universal, degeneracy, non-ambiguous, stop codon, start codon. We translation discuss the process start. Next is genetic code mutation, DNA mutation, that's genetic code changes discuss. Mutation, what is the meaning of mutation? Mutation is a sudden hereditary changes. A simple explanation is a sudden hereditary change. Sudden hereditary a change in genes or chromosomes. You already പഠിച്ചിട്ടുള്ള തന്നെയാണ് നമ്മുടെ ജീൻ മ്യൂട്ടേഷൻ, ജനറ്റിക് ഡിസോർഡർ, ക്രോമസോമൽ ഡിസോർഡർ ഒക്കെ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതെന്താണ് സഡൻ ആയിട്ട് നമുക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീൻസിൽ അല്ലെങ്കിൽ ക്രോമസോമിൽ വരുന്ന സഡൻ ആയിട്ട് വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുക, മ്യൂട്ടേഷൻ എന്ന് പറയുക. അപ്പോൾ മ്യൂട്ടേഷൻ കോസ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ഏജൻസ് ഉണ്ട്. നമ്മുടെ എക്സ്റേ, അൾട്രാവയലറ്റ്, ഗാമ റേസ്, അതുപോലെ തന്നെ നമ്മുടെ കെമിക്കൽസ്, ഇപ്പോൾ ടൊബാക്കോ, അതൊക്കെ എന്ത് ചെയ്യാണ്, മ്യൂട്ടേഷൻ കോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, ഈ മ്യൂട്ടേഷനും നമ്മുടെ ജനറ്റിക് കോഡും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് അതിനൊന്ന് കോറിലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്താണ് DNA-യുടെ അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ നമ്മുടെ DNA സീക്വൻസിന്റെ വരുന്ന അറേഞ്ച്മെന്റ്, ആ നൈട്രജൻ ബേസിന്റെ അറേഞ്ച്മെന്റിൽ വരുന്ന എന്തെങ്കിലും ചേഞ്ചസ് എന്ത് ചെയ്യുവാണ്, എൻറ്റയർ mRNA സിന്തസിസിനെയും അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസിനെയും എഫക്ട് ചെയ്യും. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ മ്യൂട്ടേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ DNA-യുടെ സീക്വൻസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ DNA-യുടെ സീക്വൻസ് എന്ന് വിചാരിക്കുക. ഇപ്പൊ ഇവിടെ നമ്മുടെ നൈട്രജൻ ബേസ്, നമ്മളിങ്ങനെ ഒരു നൈട്രജൻ ബേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെ. ഇപ്പൊ നമുക്കിവിടെ നൈട്രജൻ ബേസ് അറേഞ്ച് ചെയ്തു. ഇതിന് എന്ത് ചെയ്യുവാണ്, ഇത് നമ്മുടെ ഇപ്പോഴും ടെംപ്ലേറ്റ് DNA സ്ട്രാൻഡ് ആണെന്ന് വിചാരിക്കുക. ഈ ടെംപ്ലേറ്റ് DNA സ്ട്രാൻഡിൽ നിന്ന് എന്ത് ഫോം ചെയ്യുവാണ്, ഈ mRNA സിന്തസൈസ് ചെയ്യുവാണ്, അല്ലെ. ഇപ്പൊ mRNA സിന്തസൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത്, ഇതിന്റെ ജസ്റ്റ് കോംപ്ലിമെന്ററി നൈട്രജൻ ബേസ് വരും. എങ്ങനെയാണ് ഇതിന്റെ ജസ്റ്റ് കോംപ്ലിമെന്ററി നൈട്രജൻ ബേസ്, അഡ്നിന്റെ കോംപ്ലിമെന്ററി, ഇവിടെ എന്ത് കൊടുക്കാം, യുറാസിൽ, അഡ്നിൻ, ഗുവാനിൻ, സൈറ്റോസിൻ, സൈറ്റോസിൻ, ഗുവാനിൻ, ഗുവാനിൻ, then യുറാസിൽ, യുറാസിൽ, അഡ്നിൻ, യുറാസിൽ, യുറാസിൽ, ഇങ്ങനെ വരും അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഈ DNA സ്ട്രാൻഡിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരും. എന്തെങ്കിലും ചേഞ്ച് വരാന്ന് വെച്ചാൽ അർത്ഥം, ഈ നൈട്രജൻ ബേസിന് ഒന്നില്ലെങ്കിൽ എന്താണ്, ഒരു നൈട്രജൻ ബേസ് അങ്ങ് ഡെലീറ്റ് ചെയ്ത് പോവാം. അതായത് ഇപ്പൊ ഈ നൈട്രജൻ ബേസ് എന്ത് ചെയ്യൂ, ഡെലീറ്റ് ചെയ്ത് പോയി എന്ന് വിചാരിക്കും. മ്യൂട്ടേഷൻ വഴി ഈ G എന്ന് പറയുന്നത്, ഗ്വാനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് എന്ത് ചെയ്യുവാണ്, ഡെലീറ്റ് ആയി പോയി. അപ്പൊ ഡെലീറ്റ് ആയി പോയി കഴിയുമ്പോൾ എന്താ പ്രത്യേകത, നമ്മള് mRNA ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഈ 3 നൈട്രജൻ ബേസിന്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഡോൺസ് എന്ന് പറയും അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇവിടെയാണ് മ്യൂട്ടേഷൻ നടന്നതെന്ന് വിചാരിക്കുക. അതായത് ഈ G എന്ന് പറയുന്ന നൈട്രജൻ ബേസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, പോയി പകരമായിട്ട് ഇപ്പൊ ഒരു സൈറ്റോസിൻ ആണ് അവിടെ സപ്ലൈ, ഗ്വാനിൻ പോയിട്ട് ഇപ്പൊ നമുക്ക് സൈറ്റോസിൻ വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ വരുന്ന, ഇവിടെ എന്താണ്, ഇവിടെ G ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, സൈറ്റോസിൻ വന്നത്. അപ്പൊ ഇവിടെ C വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ എന്ത് വരും, ഈ mRNA-യില് G വരും. അതായത് ഇതിപ്പോ നമ്മൾ എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു X എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുമായിരുന്നു. പക്ഷെ എന്താണ്, ഇപ്പൊ ഇവിടെ CCG ആണ് എന്ത് ചെയ്യുന്നത്, X എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യും. നമ്മളൊരു പേര് കൊടുത്തു എന്നുള്ള, ഇപ്പൊ വാലിനോ ഗ്ലൂട്ടമിക് ആസിഡ് എന്ത് വേണമെങ്കിലും കൊടുക്കാം, നമ്മളൊരു ജനറലൈസ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അതിന് പകരം എന്താണ്, ഇവിടെ സിയുടെ സ്ഥാനത്ത് G വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ കോഡോൺ അങ്ങനെ തന്നെ മാറി. എന്തായി മാറി, ഇവിടെ GCG ആയിട്ട് മാറി. അപ്പോ ഈ X എന്ന് പറയുന്ന അമിനോ ആസിഡ്സിന് പകരം എന്തായിരിക്കും, വേറെ ഏതെങ്കിലും ഒരു അമിനോ ആസിഡ്സ് ആയിട്ടും വരും. അങ്ങനെ വരുമ്പോ എന്താ പ്രത്യേകത, ഇവിടെ ഈ ഫോം ചെയ്യുന്ന പ്രോട്ടീൻ ചെയിനിലും അവിടെ ഡിഫറൻസ് വരും. അപ്പൊ നമുക്ക് ഈ എങ്ങനെയാണ് നമുക്ക് മ്യൂട്ടേഷൻ വരുന്നത്, നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു നൈട്രജൻ ബേസ് അവിടെ നിന്ന് ഡെലീറ്റ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ നൈട്രജൻ ബേസിനൊന്ന് ഒരു റീ അറേഞ്ച്മെന്റ്, ഒരു റീഷഫ്ലിംഗ് നടക്കാം. അതുവഴി എന്ത് ചെയ്യുവാണ്, നമ്മുടെ DNA-യുടെ സീക്വൻസ് മാറും. DNA-യുടെ സീക്വൻസ് മാറിക്കഴിഞ്ഞാൽ എന്താണ്, അതിൽ നിന്ന് ഫോം ചെയ്യണ എന്ത് മാറും, mRNA-യുടെ സിന്തസിസ് മാറും. mRNA മാറിക്കഴിഞ്ഞാൽ എന്ത് മാറും,
കോഡോൺസ് മാറും. കോഡോൺസ് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ചെയിനും മാറും. അപ്പോൾ ആ ജീൻസിന്റെ എൻ്റയർ ഫങ്ഷൻ തന്നെ എന്ത് ചെയ്യുവാണ്? ഡാമേജ് ആയി പോകും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഫോം ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്ന പ്രോട്ടീൻ ചെയിൻ ആയിരിക്കില്ല അവിടെ ഫോം ചെയ്യുന്നത്, വേറെ എന്തെങ്കിലും ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഈ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ടൈപ്പിലാണ് നമുക്ക് മ്യൂട്ടേഷൻ വരുന്നത്. ഏതൊക്കെയാണ്? വൺ ഈസ് കോൾഡ് പോയിൻ മ്യൂട്ടേഷൻ എന്ന് പറയും, പോയിൻ മ്യൂട്ടേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് കോൾഡ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പൊ പോയിൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് എന്ന് വെച്ചാൽ അർത്ഥം ഒരു സിംഗിൾ ബേസ് പെയറിൽ മാത്രം ഡിഫറൻസ് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് മ്യൂട്ടേഷൻ. നിങ്ങൾ ഓൾറെഡി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്താ ഡിസീസ്? നമ്മുടെ RBCയുടെ ഷേപ്പ് ഒക്കെ എന്തായിട്ട് മാറും? സിക്കിൾ ഷേപ്പ് ആയിട്ട് മാറുന്ന ഒരു ഡിസീസ് ആണ് സിക്കിൾ സെൽ അനീമിയ. അപ്പൊ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? നമ്മുടെ DNA എന്ത് നടക്കുവാണ്? മ്യൂട്ടേഷൻ നടക്കുകയാണ് അല്ലെ. GAG മാറിയിട്ട് എന്തായിട്ട് മാറുവാണ്? GUG ആയിട്ട് മാറും. അപ്പൊ എന്താ പ്രത്യേകത? അവിടെ ഒരു പർട്ടിക്കുലർ നൈട്രജൻ ബേസ്, ഇപ്പൊ നമ്മള് ഒരു നൈട്രജൻ ബേസിന്റെ ഈ ഒരു നൈട്രജൻ ബേസിൽ എന്താണ്? mRNA സിന്തസൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുവാണ്? ഇവിടെ ഒരു ചേഞ്ച് വരും. അപ്പൊ GAG എന്നുള്ളത് എന്തായിട്ട് മാറുവാണ്? GUG ആയിട്ട് വരുവാണ് അല്ലെ. അപ്പൊ എന്താണ്? ഒരു സ്ഥലത്ത് മാത്രം, ഇവിടെയും ഒരു പ്രശ്നവും ഇവിടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ സിംഗിൾ നൈട്രജൻ ബേസിന് ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ഫോം ചെയ്യണ എന്ത് മാറി? കോഡോൺ മാറി. കോഡോൺ മാറിക്കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ അമിനോ ആസിഡ്സ് മാറി. എന്താ അമിനോ ആസിഡ്സ് മാറുന്നത്? നമ്മുടെ ഗ്ലൂട്ടമിക് ആസിഡ് പോയിട്ട് എന്തായിട്ട് വന്നു? വാലിൻ ആയിട്ട് വന്നു. ഗ്ലൂട്ടമിക് ആസിഡ് ദാറ്റ് ഈസ് റിപ്ലേസ്ഡ് ബൈ എന്തായിട്ട് വന്നു? വാലിൻ. ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സിക്കിൾ സെൽ അനീമിയ. അപ്പൊ സിക്കിൾ സെൽ അനീമിയ എന്താണ്? ഒരു പോയിന്റിൽ നൈട്രജൻ ബേസിന് ഡിഫറൻസ് വരുവാണെങ്കിൽ അതിനെന്ത് പറയും? നമ്മളെ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയും. ഇനി വേറൊരു ടൈപ്പ് മ്യൂട്ടേഷൻ സിംഗിൾ നൈട്രജൻ ബേസിൽ മാത്രം വന്നപ്പോൾ നമ്മൾ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ്? എൻ്റയർ ഫ്രെയിമിന് വരെ ചേഞ്ച് വരുവാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയും. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. സപ്പോസ് ഇതാണ് നമ്മുടെ DNA സ്ട്രാൻഡ്. ഇപ്പൊ നമുക്കിവിടെ ഇതാണ് നമ്മുടെ നമ്മുടെ നൈട്രജൻ ബേസുകൾ എന്ന് വിചാരിക്കാം. നമുക്കിതിന് എന്ത് ചെയ്യുവാണ്? നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഇവിടുന്ന് എന്ത് ഫോം ചെയ്യുവാണ്? ഈ mRNA സിന്തസൈസ് ചെയ്തു. mRNA നൈട്രജൻ ബേസ് ഇവിടെ എന്ത് വരാം? നമുക്ക് UGAUGCC ഇങ്ങനെ നമുക്ക് ഇവിടെ സീക്വൻസ് വന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ 3 നൈട്രജൻ ബേസ് എന്തായിട്ട് മാറുകയാണ്? 3 നൈട്രജൻ ബേസ് ചേർന്നിട്ട് എന്ത് ചെയ്യും? ഓരോ കോഡോൺസ് ആയിട്ട് വരിക. അപ്പൊ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനിൽ എന്താ വരണേ? നമ്മൾ പറഞ്ഞേ ഒരു ഇൻസേർഷൻ അല്ലെങ്കിൽ ഡെലീഷൻ ഓഫ് 1 or 2 ബേസ്. ഒന്നാവാം, അതിൽ കൂടുതൽ വരാം. ഇപ്പൊ സപ്പോസ് നോക്കിക്കേ, ഇപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ ഈ നൈട്രജൻ ബേസ്, ഈ അഡ്നിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ഇവിടുന്ന് ഡെലീറ്റ് ആയി പോയി. നോക്കുക, അഡ്നിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് എന്ത് ചെയ്തു? ഇവിടുന്ന് ഡെലീറ്റ് ആയി പോയി. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? ഇവിടെ ഡെലീറ്റ് ആയി പോയി കഴിയുമ്പോൾ എന്താണ്? ഇവിടെ നമുക്ക് എന്തില്ല? ഈ യു എന്ന് പറയുന്ന നൈട്രജൻ ബേസ് mRNA ഇല്ല. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? ഇവിടെ ഇതൊരു കോഡോൺ ആയി മാറി, ഫസ്റ്റ് കോഡോൺ. ഇവിടെ എന്താണ്? ഈ ഒരു നൈട്രജൻ ബേസ് ഇല്ലെങ്കിൽ എന്താണ്? ഇവിടെ കോഡോൺ കണ്ടോ? ഈ 3 പേരാണ് നെക്സ്റ്റ് കോഡോൺ ആയിട്ട് വരും. കാരണം എന്താ? ഇവിടെ യു ഇല്ല. എന്താ കാരണം? ഇവിടെ എ ഡെലീറ്റ് ആയി പോയി. അപ്പൊ എന്താ ചെയ്തു? ഇതാണ് നമ്മുടെ എന്ത്? സെക്കൻഡ് കോഡോൺ ആയിട്ട് മാറി. ഇനി നോക്കിക്കേ, അപ്പൊ എന്താണ്? ഇവിടെ ഓൾറെഡി നമ്മുടെ CGU ആയിരുന്നു, കോഡോൺ ആയിരുന്നു. ഈ ഫ്രെയിം മൊത്തം മാറുവാണ്. അപ്പൊ എന്താണ്? അടുത്ത കോഡോൺ ഇതായിട്ട് വരും. അപ്പൊ ഇതായി എന്ത്? തേർഡ് കോഡോൺ. അപ്പൊ അതിനനുസരിച്ച് എന്ത്? നെക്സ്റ്റ് 3 ആണ് എന്ത് വരുന്നത്? ഫോർത്ത് കോഡോൺ. ആദ്യത്തെ കോഡോൺസ് എങ്ങനെയായിരുന്നു? ഒന്നുകൂടി നോക്കിക്കേ. ഫസ്റ്റ് കോഡോൺസ് എങ്ങനെയായിരുന്നു? ഇവിടെ ഇത് ഫസ്റ്റ് ആയിരുന്നു, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആയിരുന്നു. പക്ഷെ എന്താണ്? ഒരു നൈട്രജൻ ബേസ് ഇവിടുന്ന് ഡെലീറ്റ് ചെയ്ത് പോയുള്ളൂ. ഈ ഒരു നൈട്രജൻ ബേസ് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഈ mRNA ഈ യു പോയി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഈ എൻറ്റയർ അമിനോ ആസിഡ്സ്. അപ്പൊ എന്താ പ്രത്യേകത? ഇതിൽ നിന്ന് ഫോം ചെയ്യുന്ന എല്ലാ അമിനോ ആസിഡും ഡിഫറെന്റ് ആയി. ഇപ്പൊ ഇവിടെ ഓൾറെഡി ഇപ്പോ സപ്പോസ് ഇതിപ്പോ വാലിനെയാണ് കോഡ് ചെയ്യണത്. എന്താണ്?
ഇവിടെ അമിനോ ആസിഡ് സീക്വൻസ് മാറി. ഈ എല്ലാ ഇവിടെ നിന്ന് തുടങ്ങിയ എല്ലാ അമിനോ ആസിഡ് സീക്വൻസും മാറി. അതായത് ഫോം ചെയ്യുന്ന പ്രോട്ടീൻ ചെയിൻ അങ്ങനെ തന്നെ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. അതിനെ പറയുന്ന പേരാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എങ്ങനെ വരാം? ഒന്നില്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞ അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, അഡീഷനും വേണമെങ്കിൽ കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ഇപ്പൊ ഇവിടെ ഇതാണ്, ഇതിന്റെ കൂടെ എന്ത് ചെയ്യുവാണ്, ഒരു നൈട്രജൻ ബേസ്. ഇപ്പൊ സപ്പോസ് ഈ ഒരു നൈട്രജൻ ബേസ് ഇവിടെ ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ഇവിടെ നമുക്ക് എന്ത് വരും, ബാക്കിയെല്ലാം സെയിം തന്നെ ആയിട്ട് വന്നു. ഇവിടെ യു വന്നു, ഇവിടെ തൈമിൻ വന്നു, സോറി യുറാസിൽ വന്നു, ഇവിടെ എന്ത് വന്നു, ജി വന്നു. പക്ഷെ എന്താണ്, ഇവിടെ ഒരു നൈട്രജൻ ബേസ് കൂടുതൽ വന്നു. അപ്പൊ കൂടുതൽ വന്നപ്പോ എന്താ പ്രത്യേകത, ഇവിടെ ഒരാളും കൂടിയും കൂടുതൽ വരും അല്ലെ. അപ്പൊ അതായത് അപ്പോഴും ഡിഫറൻസ് വന്നു. കാരണം എന്താ, ഇപ്പൊ ഈ അമിനോ ആസിഡ് സീക്വൻസ് മാറിയില്ലേ. ഇപ്പൊ നോക്കിക്കോ, ഒന്ന് സീക്വൻസ് നോക്കി കഴിയുവാണെങ്കിൽ അടുത്ത സീക്വൻസ് എന്തായി, ഇങ്ങനെ കണ്ടോ. ഇപ്പോഴും ഈ സീക്വൻസിന്റെ അല്ലെങ്കിൽ നമ്മുടെ കോഡോൺസിന്റെ ഡിവിഷൻ മാറി. അപ്പോ അഡീഷൻ വഴിയോ അല്ലെങ്കിൽ ഡെലീഷൻ വഴിയോ എന്ത് ചെയ്യാം, എൻറ്റയർ ഫ്രെയിം വർക്കിന് ചേഞ്ച് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അതേസമയം പോയിന്റ് മ്യൂട്ടേഷൻ എന്താണ്, ഒരു നൈട്രജൻ ബേസിന് മാത്രം ചേഞ്ച് വരുവാണ്. അപ്പൊ എന്താ പ്രത്യേകത, ബാക്കി നൈട്രജൻ ബേസുകളൊക്കെ അവിടെ നിന്നോളൂ, അല്ലെങ്കിൽ ബാക്കി കോഡോൺസിന് അല്ലെങ്കിൽ ബാക്കി അമിനോ ആസിഡ്സിന് ഒന്നും തന്നെ ഒരു ചേഞ്ച് ഇല്ല, ഒരു സ്ഥലത്ത് മാത്രം ചേഞ്ചസ് വരും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഏതായിരുന്നു, സിക്കിൾ സെൽ അനീമിയാണ്. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ പോയിന്റ് മ്യൂട്ടേഷൻ ആൻഡ് ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഇതിനായിരുന്നു നമ്മുടെ ഓട്ടോസോമൽ ലിങ്ക്ഡ് റിസസീവ് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആയിരുന്നു അല്ലെ. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഗ്ലൂട്ടമിക് ആസിഡ് റിപ്ലേസ്ഡ് ബൈ വാലിൻ. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പോയിന്റ് മ്യൂട്ടേഷൻ. ഓക്കെ, അപ്പൊ എത്രയാണ് നമ്മുടെ എന്ത് പറയുന്നത് ഇതിനെ കുറിച്ചുള്ള ഒരു ജനറ്റിക് കോഡും അതെങ്ങനെയാണ് മ്യൂട്ടേഷനെ അഫക്ട് ചെയ്യുന്നത്. നമുക്ക് എന്താണ് ഇനി നമ്മുടെ ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ട്രാൻസ്ലേഷനിലേക്ക് പോവാം. നമുക്ക് ഓൾറെഡി 3 types ഓഫ് RNA ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ RNA സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞതാണ്, RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് എവിടെ വരും, റിട്രോ വൈറസിൽ വരും അല്ലെ. മെയിൻ ആയിട്ടുള്ള RNAയുടെ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്, പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് 3 types ഓഫ് RNAs ഉണ്ട്. ആരൊക്കെയാണ്, mRNA, rRNA, tRNA. അപ്പൊ mRNAയുടെ എക്സ്പാൻഡഡ് ഫോം എന്താണ്, മെസ്സഞ്ചർ RNA എന്ന് പറയും. rRNA എന്ന് പറഞ്ഞ എന്താണ്, ദാറ്റ് ഈസ് കോൾഡ് റൈബോസോമൽ RNA, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സ്ട്രക്ചറൽ RNA എന്ന് പറയും. ഇതിനെന്താണ്, മെസ്സഞ്ചർ ക്യാരി ചെയ്യുന്നതുകൊണ്ട് എന്ത് കൊടുക്കാം, മെസ്സഞ്ചർ RNA എന്ന് പറയും. tRNA എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്ഫർ RNA, അല്ലെങ്കിൽ ഇതിന് ആദ്യം പറഞ്ഞിരുന്ന പേര് നമ്മളെ സോലബിൾ RNA എന്ന് പറയും. മെസ്സഞ്ചർ നമ്മുടെ ട്രാൻസ്ഫർ RNA അല്ലെങ്കിൽ സോലബിൾ RNA എന്ന് പറയും. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പ് RNAs ഉണ്ട്. മെസ്സഞ്ചർ RNA നമ്മളിപ്പോ കുറെ ദിവസങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ്, DNA എന്ന് മെസ്സേജ് ക്യാരി ചെയ്യുന്ന RNA ആണ് എന്ത്, മെസ്സഞ്ചർ RNA എന്ന് പറയും. അപ്പൊ നമുക്ക് എന്താണ്, അത് എന്തിനുള്ള ടെംപ്ലേറ്റ് ആണ്, ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിനുള്ള ടെംപ്ലേറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിനുള്ള മെസ്സേജ് ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് ക്യാരി മെസ്സേജ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെസ്സഞ്ചർ RNA. അപ്പൊ മെസ്സഞ്ചർ RNA എന്താ ചെയ്യുന്നത്, മെസ്സേജ് ക്യാരി ചെയ്യും. ഇനി അതേസമയം നമ്മൾ rRNA എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രക്ചറൽ RNA ആണ്. കണ്ടോ, സ്ട്രക്ചറൽ RNA എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ റൈബോസോമിന്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി +1 പഠിച്ചിട്ടുള്ളതാണ്. ഒരു ലാർജ് സബ് യൂണിറ്റ് ഉണ്ടാവും ആൻഡ് എ സ്മോൾ സബ് യൂണിറ്റ്. ഓക്കെ, 2 സബ് യൂണിറ്റ് ഉണ്ട്. ഈ റൈബോസോമൽ RNA എവിടെയാ കാണുന്നത്, റൈബോസോമിൽ കാണുന്ന RNA ആണ്. അപ്പൊ നമുക്ക് എന്താണ്, ഇതും നമുക്ക് എന്ത് ചെയ്യാണ്, അതിനൊരു കാറ്റലിസ്റ്റിക് ഒരു എൻസൈമാറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. ആര്, നമ്മുടെ റൈബോസോമൽ RNA. അതാണ് നമ്മുടെ കാറ്റലിസ്റ്റ്. എന്താ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളെ ഒരു റിയാക്ഷനെ സ്പീഡിനെ എൻഹാൻസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിനെ ഒരു റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എന്ത് പറയുന്നത്, കാറ്റലിസ്റ്റ്. നമ്മൾ എൻസൈംസ് ഓൾറെഡി പഠിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്, ഒരു കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടീസും അതുപോലെ ഒരു സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസും കാണിക്കുന്ന ആൾക്കാരാണ് ആര്, നമ്മുടെ റൈബോസോമൽ RNA. എവിടെയാണ് കാണുന്നത്, നമ്മുടെ റൈബോസോമിൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, റൈബോസോമിൽ കാണുന്ന RNA ആണ് റൈബോസോമൽ RNA, അല്ലെങ്കിൽ റൈബോസോം ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻസ് എന്നാ പറയുന്നത്. അപ്പൊ അതിൽ കാണുന്ന RNA ആണ്. അപ്പൊ അതുകൊണ്ടാണ് അത് എന്ത് പറയുന്നത്, സ്ട്രക്ചറൽ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം അതിന് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഒരു കാറ്റലിസ്റ്റിക് ആക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ കാറ്റലിസ്റ്റിക് റൂൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ്, തേർഡ് RNA ആണ് നമ്മുടെ എന്ത്, ട്രാൻസ്ഫർ RNA. ട്രാൻസ്ഫർ RNA എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നമ്മുടെ ആരെ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ്, അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ
ട്രാൻസ്ഫർ ആർ എൻ എ അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഈ അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്യുന്ന ഈ ട്രാൻസ്ഫർ ആർ എൻ എ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കൺസിഡർ ആസ് ദി സ്മോളസ്റ്റ് ആർ എൻ എ എന്ന് പറയും. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് എന്താ വേണ്ടത്? ഈ ആർ എൻ എ നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചു. നമ്മുടെ ഈ ട്രാൻസ്ഫർ ആർ എൻ എയുടെ സ്ട്രക്ചറും കൂടി ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് എൻലാർജ് ചെയ്തിട്ടുള്ള ഒരു ഫോം പഠിക്കാം. ഇതാണ് നമ്മുടെ